ഡോക്ടർ കെ ടി ജലീൽ MLA സ്വർഗസ്നായ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ 2 വളാഞ്ചേരി പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദിച്ച് ജലീൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ പുറത്തിറങ്ങുക. പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള കാരണങ്ങൾ ഡോക്ടർ കെ ടി ജലീൽ തന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ വിശദമാക്കും. കെ ടി ജലീൽ MLA സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ 2 വളാഞ്ചേരി പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദിച്ച ജലീൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രകാശനം ചെയ്യുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ കണ്ടാണ് ലോകം മഹാത്മജിയെ മനസ്സിലാക്കിയതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ വിവാദ പ്രസ്താവനയാണ് ഇത്തരമൊരു പുസ്തക രചനയ്ക്ക് കെ ടി ജലീലിനെ പ്രേരിപ്പിച്ചത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ 10 മണിക്കാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം. കാവുംപുറത്ത് വീടിനടുത്തുള്ള പാറക്കൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത്. രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസാണ് പ്രകാശനം നിർവഹിക്കുന്നത്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പത്മശ്രീ റാബിയയാണ്. പുസ്തക പരിചയം നടത്തുന്നത് പ്രൊഫസർ MM നാരായണനാണ്. P സുരേന്ദ്രൻ, മാനവേന്ദ്രനാഥ് തുടങ്ങിയ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അജിത് കൊളാടി ഉൾപ്പെടെയുള്ളവർ. പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിലാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ ശിവദാസൻ അധ്യക്ഷത വഹിക്കും. എല്ലാവർക്കും ചടങ്ങിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തന്റെ രാഷ്ട്രീയ ഗുരുനാഥനായ കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ തന്റെ തണലായി നിലകൊണ്ട കോടിയേരി ബാലകൃഷ്ണനുമാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ 10-20 വർഷങ്ങൾ കഴിഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കൊടുത്ത പുതുതലമുറയ്ക്ക് അവസരങ്ങൾ നൽകണമെന്ന തന്റെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ച് നയം വ്യക്തമാക്കുന്ന സാമാന്യ നീണ്ട കുറിപ്പും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തക പ്രകാശനത്തിന് ശേഷം പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനവും അതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നതിനായി വൈകിട്ടോടെ കെ ടി ജലീൽ മാധ്യമങ്ങളെ കാണും. പ്രകാശന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ BVoc ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. NIPMS അക്കാഡമി, നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഫോർ അഡ്മിഷൻ 9957 08048.